നമ്മൾ പറയില്ലേ, അതുപോലെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക്, ഇതുപോലെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി എന്നൊക്കെ പറയില്ലേ. അതായത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിൽ വഴക്കുണ്ടാക്കിയിട്ട് നമ്മൾ ഒരു ഫ്രണ്ടിനോട് വിളിച്ചു പറയുകയും അവിടെ പോയിരുന്ന് സംസാരിക്കും ഒക്കെ ചെയ്യും നമ്മൾ, ഇല്ലേ. സംസാരിച്ച് കഴിയുമ്പം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആശ്വാസം കിട്ടാൻ നമ്മൾ പലരെയും അടുത്ത് പോകും. അതിനകത്ത് ഏറ്റവും വിശ്വസ്തനായ ഒരാളുടെ അടുത്ത് പോയിരുന്നായിരിക്കും സംസാരിക്കുന്നത്. കാരണം നമ്മൾ പറയണത് നമ്മുടെ കാര്യങ്ങളാണ്, ഇല്ലേ. അയാളുടെ കാര്യങ്ങളല്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയും, അവരത് കേട്ടുകൊണ്ടിരിക്കും. അവർക്കത് സന്തോഷമാണ്. കാരണം കഥയൊക്കെ കേൾക്കാമല്ലോ, നമ്മുടെ ചരിത്രങ്ങളൊക്കെ അറിയാമല്ലോ എന്നോർക്കും. നമ്മളൊന്ന് തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ കഥകളും നമ്മുടെ വിഷമങ്ങളും ഒക്കെ കേൾക്കാൻ നമ്മുടെ വീട്ടിലുള്ളവരേ ഉള്ളൂ. നമ്മൾ തെറ്റുകളും കുറ്റങ്ങളും പറയണത് നമ്മുടെ വീട്ടിലേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ പൊട്ടിത്തെറിക്കുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവുക. നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് നമ്മൾ ഫ്രണ്ടിനെ കുറ്റം പറയണമെങ്കിൽ ഫ്രണ്ട് കേട്ടുകൊണ്ടിരിക്കുമോ? നമ്മൾ എണീപ്പിച്ച് നമ്മുടെ വീട്ടിൽ പോകാൻ പറഞ്ഞു വിടുകയുള്ളൂ. ഇതെന്തേ നമ്മൾ ചിന്തിക്കാത്തത്? അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ പല കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നവർ നമ്മളെ സഹായിക്കാനിരിക്കണവരല്ല, അവരത് കേട്ടുകൊണ്ടിരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നമ്മളെ സഹായിക്കാൻ പറ്റാത്ത പ്രൊഫഷണലായിട്ടുള്ളവരുണ്ട്. അവരുടെ അടുത്ത് പോയിരുന്നു പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടും. എന്നാലും ഒത്തിരിയൊന്നുമില്ല, ഒരു ചെറിയൊരാശ്വാസം. അപ്പം നമ്മളെപ്പോഴും പറഞ്ഞു തീർക്കേണ്ട എവിടെയാണ്? നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ്. അല്ലാണ്ട് മറ്റുള്ളവരോട് പോയി പറഞ്ഞ് അവരത് ആസ്വദിക്കാൻ ഇടവരുത്തരുത്. അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? അവരുടെ കുറ്റങ്ങളല്ല, നമ്മുടെ കുറ്റങ്ങളാണ് പറയുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കി, ശരിയാണോ?